പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ all-in-one മോണോക്രോം ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ M2120 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ M2120 സ്കാനർ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കാനർ ഡ്രൈവർ എന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്താണ് സെർച്ച് എടുക്കുക. അവിടെ ഫസ്റ്റ് തന്നെ epson.co.in എന്ന എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ വെബ്സൈറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങൾ പ്രിൻ്റർ ഡ്രൈവർ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ചില കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആവുന്നതാണ് ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് എഴുതിയത്. അതിൻ്റെ നേരെ വിൻഡോസ് 10 64-ബിറ്റ് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതേപോലെ ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. സപ്പോസ് നമ്മളെ വിൻഡോസ് ഏത് വെർഷനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട. ഇതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡായി കഴിഞ്ഞാൽ താഴെ കാണുന്ന ഡ്രൈവേഴ്സ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്കാനർ ഡ്രൈവറും പ്രിൻ്റർ ഡ്രൈവറും. ഞാൻ ആ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ മസ്റ്റായിട്ട് നിങ്ങൾ പ്രിൻ്റർ ഡ്രൈവർ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ സ്കാനർ ഡ്രൈവറിൻ്റെ നേരെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഫയൽ എക്സ്ട്രാക്ട് ചെയ്താണ്ട് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആക്സെപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്യാനുള്ള ടൂൾ എപ്സൺ സ്കാൻ ടൂൾ എന്ന ഒരു ആപ്ലിക്കേഷൻ ഇതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ആ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വിൻഡോസ് കീ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ വിൻഡോസ് കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ എപ്സൺ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് താഴോട്ട് വരിക. ഓക്കെ, എപ്സൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ എപ്സൺ സ്കാൻ ടൂർ എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ എറർ പോകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്തായാലും എറർ കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യം പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് സ്കാനർ ഡ്രൈവർ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എറർ കാണിക്കുന്നുണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ആ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷന്. ഇവിടെ നോർമൽ കേസിൽ നിങ്ങൾക്ക് അവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കാര്യമായുള്ള ചേഞ്ചസ് ഒന്നും ഇതിൽ വരുത്താനില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്കാൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഫയൽ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്നതിന് അതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി വെച്ച ഡോക്യുമെൻ്റാണ്. നമ്മളെ പ്രിൻ്ററിൻ്റെ കൂടെ കിട്ടിയ ചെറിയൊരു പേപ്പറാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.